കനത്ത മഴയ്ക്കൊപ്പം കടലാക്രമണം രൂക്ഷമായതോടുകൂടിയാണ് പയ്യാമ്പലം തീരത്ത് അങ്ങനെ മുഴുവൻ കരിങ്കല്ലായി മാറിയത്. ഈ കരിങ്കല്ലുകൾ തിരമാല അടിച്ച് വന്നൊന്നുമല്ല, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ അവിടെ ഒരു പുലിമുട്ട് നിർമ്മിച്ച് പൂർത്തിയായത് കാണാം. ആ പുലിമുട്ട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടെ ഈ കരിങ്കല്ല് കൊണ്ടുപോയി നിക്ഷേപിച്ചത്. പിന്നീട് ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. പിന്നീട് മുഴുവൻ കുറേയധികം എടുത്തുകൊണ്ട് പോയി അവസാനം അവശേഷിച്ചതാണ് ഈ കല്ലുകൾ. അതിൻ്റെ മുകളിൽ മണൽ വന്നു വീണു. അങ്ങനെ മുഴുവൻ മണലായി മാറിയിരുന്നു. ഇപ്പോഴാണ് ഈ കടലാക്രമണം രൂക്ഷമായി തിരമാല ഇവിടെ വന്ന് മണലെടുത്തുകൊണ്ട് പോയി അവസാനം ഈ കരിങ്കല്ലുകൾ ഇവിടെ ഇങ്ങനെ അവശേഷിക്കുകയും ചെയ്തു. ചേട്ടാ, ഇതിപ്പോൾ സഞ്ചാരികൾക്ക് ഇപ്പോൾ പ്രവേശനമില്ല. ആളുകൾ വരികയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടായി മാറും. അതെ, തീർച്ചയായും വളരെയേറെ ബുദ്ധിമുട്ടാണ്. കാരണം ബീച്ചിലേക്ക് ആളുകൾ ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ വെള്ളം വന്ന് അടിച്ചു നിൽക്കുന്ന സ്ഥലത്താണ് ഈ കല്ല് കിടക്കുന്നത്. അപ്പോൾ അല്പം മുമ്പ് ഒരു പ്രായമുള്ളൊരു സ്ത്രീയും ഇവിടെ കൊട്ടിയൂർ വന്നവരാണ്. ഒരു ഫാമിലി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനടുത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കുകയും ഒരു ലേശം തിരം വന്ന് കയറിയപ്പോഴത്തേക്ക് അവരുടെ ബാലൻസ് തെറ്റി വീഴുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. അത് മുനയുള്ള കല്ലുകളും കൂടാണ്, കരിങ്കല്ലുകൾ ചീളുകളാണല്ലോ. അപ്പോൾ കാലുകളിൽ കൊണ്ടുകയറുകയും പ്രയാസങ്ങൾ ഇപ്പം കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു കുറച്ച്. എനിക്ക് തോന്നുന്നൊരു 10-20 ലോഡ് എങ്കിലും കാണും തോന്നുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതിനടിയിലെല്ലാം ഇതേപോലെ കല്ലുകൾ കരിങ്കല്ലാണ്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഈ കരിങ്കല്ലുകൾ ഇവിടെ നിന്നും എടുത്തു മാറ്റണം. അല്ലാത്ത പക്ഷം ഇനി അടുത്ത വർഷവും ഇതേപോലെ സമാനമായി ഈ കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ കരിങ്കല്ലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ നിയന്ത്രണമുണ്ട്. നിയന്ത്രണം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ കരിങ്കല്ലുകൾ ഇവിടെ തന്നെ കിടക്കും. ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് എത്രയും വേഗം ഈ കരിങ്കല്ലുകൾ ഇവിടെ നിന്ന് നീക്കണം എന്നുകൂടിയാണ് ഉയരുന്ന ആവശ്യം. പയ്യാമ്പലത്തു നിന്നും ഷാജു ചന്ദ്രപ്പുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.